ഹലോ ഫ്രണ്ട്സ്, AVS സിവിൽ സർവീസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ പ്രിയ സിവിൽ സ്റ്റഡി സർക്കിളിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ 2015 PYQ ഡിസ്കഷൻ, ജിയോഗ്രഫിയുടെ PYQ ഡിസ്കഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ അക്കാഡമിയുടെ ക്ലാസ്സസ്, അതായത് ജിയോഗ്രഫിയുടെ ക്ലാസ്സസ് ഇനിയും കാണാത്ത ആൾക്കാർ ചാനലിന്റെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ പോയിട്ട് അല്ലെങ്കിൽ പ്ലേലിസ്റ്റിലും എന്തുണ്ടാവും, ക്ലാസ്സസ് ഉണ്ടാവും, അത് പോയി കാണുക. അപ്പോൾ നമ്മുടെ അക്കാഡമി ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ 2026 സിവിൽ സർവീസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ പേര്. അതുപോലെ തന്നെ KASന്റെ 2016 KAS ബാച്ചും നമ്മൾ വീക്കെൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സിനും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്യുക, നമ്മളെ വിളിച്ചിട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഹൈസ്കൂൾ, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി, കോളേജ് കുട്ടികൾക്കുള്ള സമ്പൂർണ്ണ സിവിൽ സർവീസ് പരിശീലനം, ഫൗണ്ടേഷൻ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ക്ലാസ്സസും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള, അപ്പം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിമാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന മറ്റ് ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്യുക. ക്ലാസ്സസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് 2014 മുതൽ 2018 വരെയുള്ള സമയത്തുള്ള ജോഗ്രഫിയുടെ ഡിസ്കഷൻ ആയിരിക്കും ആദ്യം നമ്മൾ ചെയ്യുക. അതിൽ 2018 ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാർ പോയിട്ട് കാണുക, പ്ലേലിസ്റ്റിൽ ഉണ്ടാവും ക്ലാസ്സസ്. അതുപോലെ തന്നെ 2018 ചെയ്തിട്ടുണ്ട്. ഇനി 2015 ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2015 പാർട്ട് 1 ആയിട്ട് ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിയായിരിക്കും ഈ ക്ലാസ്. ഓക്കെ, ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇത് 9ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വീക്കിൽ 3 ക്ലാസ്സസ് ആയിട്ട് നമ്മൾ സബ്ജക്റ്റുകളുടെ ഇപ്പം നമ്മൾ ജോഗ്രഫിയുടെയും പൊളിറ്റിയുടെയും PYQ അനാലിസിസ് സെഷൻ എന്ത് ചെയ്യുന്നുണ്ട്. ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യനോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ്, കാണാത്ത ആൾക്കാർ അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് എന്ത് ചെയ്യുക, കേൾക്കുക. അപ്പൊ 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എങ്ങനെയാ തന്നെ, 2 ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ. പ്ലേസ് ഓഫ് പിൽഗ്രിമേജും പറഞ്ഞിട്ടുണ്ട്, ലൊക്കേഷനും തന്നിട്ടുണ്ട്. ആദ്യം തന്നത് ഏതാ, ശ്രീശൈലം. ഓക്കെ, ഒന്നാമത് തന്നത് ഏതാണ്, ശ്രീശൈലം. ഓക്കെ, ശ്രീശൈലം. അതുപോലെ തന്നെ നല്ലമല ഹിൽസ്. ഓക്കെ, ഇനി ഏതാണ്, ഓംകാരേശ്വർ. അതുപോലെ തന്നെ സത്മല ഹിൽസ് എന്നാണ് അല്ലെ തന്നേക്കുന്നത്. പിന്നെയോ പുഷ്കർ, എവിടെയാ, മഹാദേവ് ഹിൽസ്. ഇങ്ങനെയല്ലേ തന്നേക്കുന്നേ. നോക്കൂ, സത്മല ഹിൽസ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? സത്മല ഹിൽസ് വരുന്നത് മഹാരാഷ്ട്രയുടെ ഒക്കെ ഭാഗത്താണ്. ഓക്കെ, ഓംകാരേശ്വരം ഉള്ളത് മധ്യപ്രദേശിലെ മന്ദദ ഹിൽസിനകത്ത്. ഓക്കെ, മന്ദദ ഹിൽസിലാണ് എന്ത് ചെയ്യുന്നത്, ഓംകാരേശ്വർ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓപ്ഷൻ എന്താണ്, തെറ്റല്ലേ? ഓക്കെ, നോക്കൂ, ഇത് 1 2 3 എന്ന് പറഞ്ഞിട്ട് എടുക്കണം കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് വന്നാണ്. ഓക്കെ, 1 2 3. അപ്പൊ ഒന്നാമത്തത് എന്താണ്, ആക്ച്വലി കറക്റ്റ് ആണ്. ശ്രീശൈലം എവിടെയാണ്, നല്ലമല ഹിൽസ് ആണ്. അപ്പൊ ഒന്നാമത്തെ എന്താണ്, കറക്റ്റ് ആണ്. അപ്പൊ രണ്ടാമത്തത് തെറ്റല്ലേ? ഓക്കെ, രണ്ടാമത്തത് തെറ്റാണ്. സോ രണ്ടാമത്തത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും നമ്മൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. ഇനി എന്താ നമുക്ക് അറിയേണ്ടത്, മൂന്നാമത്തത് ശരിയാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്തിക്കൂടെ. മൂന്നാമത്തത് എന്താ ചോദിച്ചത്, പുഷ്കർ. പുഷ്കർ എവിടെയാ ഉള്ളത് എന്ന് വെച്ചാൽ ആരവല്ലി ഹിൽസിലാണ്. ഓക്കെ, ആരവല്ലി ഹിൽസ് എവിടെയാന്ന് അറിയാലോ. എവിടെയാ, ആരവല്ലി ഹിൽസിന്റെ രാജസ്ഥാൻ ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് പുഷ്കർ കാണാൻ പറ്റുക. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷൻ എന്താ, തെറ്റാ. മഹാദേവ് ഹിൽസ് എവിടെയാ, മഹാദേവ് ഹിൽസും എവിടെയാണ്, മധ്യപ്രദേശിലാണ്. ഓക്കെ, സോ മൂന്നാമത്തെ എന്താണ്, തെറ്റാണ്. മൂന്നാമത്തെ തെറ്റാണെങ്കിൽ ഏതാണ്, സി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ആൻസർ എന്താണ്, 1 ഓൺലി, എ എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എത്താൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇന്ത്യയുടെ ജോഗ്രഫി, ഇന്ത്യയുടെ ഫിസിക്കൽ ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഹിൽ കോംപ്ലക്സുകൾ, ഇന്ത്യയുടെ സദേൺ ഹിൽ കോംപ്ലക്സുകളും സെൻട്രൽ ഹിൽസും അതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി പഠിക്കും. പെനിൻസുല പ്ലാറ്റോ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹിൽസ് പഠിക്കും. ഓക്കെ, ആ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാം, ക്ലിയർ ആവുക. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് PYQ അനാലിസിസ് സെഷൻ നമുക്ക് എന്തായാലും ആവശ്യമാണ്. അതിന്റെ മുന്നേ നിങ്ങൾക്ക് എന്തറിയണം, ഇന്ത്യയുടെ ഫിസിക്കൽ ജോഗ്രഫി എന്ത് ചെയ്യണം, അറിയണം. ഓക്കെ, അതിന് പഠിച്ച കുട്ടികൾക്ക് ഓക്കെ ഡയറക്റ്റ് PYQ സെഷൻ ചെയ്യാം.
അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ഇന്ത്യ ദ സ്റ്റീൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി റിക്വയർസ് ദി ഇമ്പോർട്ട് ഓഫ്. ഓക്കെ, ഇന്ത്യയിൽ സ്റ്റീൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ സ്റ്റീൽ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിക്ക് എന്തിന്റെ ഇമ്പോർട്ടാണ് റിക്വയർഡ് ആയിട്ട് ഉള്ളതെന്നാണ് എന്ത് ചെയ്തത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എന്തിന്റെ ഇമ്പോർട്ടാണ് നോക്കൂ. ഇതില് സാൾട്ട് പീറ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഓക്കെ, പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് ഫസ്റ്റത്തെ. എന്ന് പറയുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. അത് ആക്ച്വലി എന്താണ്, സ്റ്റീൽ പ്രൊഡക്ഷന് ആവശ്യമില്ലാത്ത ഒന്നാണ് പൊട്ടാസ്യം നൈട്രേറ്റ്. പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ പ്രൊഡക്ഷന്റെ സമയത്താണ് എന്ത് പൊട്ടാസ്യം നൈട്രേറ്റ് നമുക്ക് ആവശ്യം. അപ്പൊ എ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്തൂടെ. ഇനി നോക്കിയേ, റോക്ക് ഫോസ്ഫേറ്റ്, അതും എന്താണ് സ്റ്റീൽ പ്രൊഡക്ഷന്റെ അല്ല, എന്തിലാവശ്യം, ഫെർട്ടിലൈസേഴ്സിലാണ് നമുക്ക് ആവശ്യം. ആൻസർ എന്താണ്, കുക്കിംഗ് കോൾ ആണ്. ഓക്കെ, കുക്കിംഗ് കോൾ ആണ് എന്ത് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, കുക്കിംഗ് കോൾ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ 3 അല്ലേ അല്ലെങ്കിൽ ഓപ്ഷൻ സി അല്ലേ? ഇതാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 0.8 ടൺസോളം കുക്കിംഗ് കോൾ എന്തിനു വേണം, സ്റ്റീൽ പ്രൊഡക്ഷന് ആവശ്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്താണ് 10 ഓപ്ഷൻ സി ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, റെഡി ആയില്ലേ? ഇന്ത്യയുടെ സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് ഒരു സ്റ്റീൽ പ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോൾ എല്ലാ പ്രാവശ്യവും ഒരു ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ റോ മെറ്റീരിയലോ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് അതിന്റെ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ എത്രാമത് സ്ഥാനത്താണ് അതിൽ നിൽക്കുന്നത്, അതിന് ആവശ്യമായിട്ടുള്ള സോയിൽ ഏതാണ്, എത്രത്തോളം ഇറിഗേഷൻ ആവശ്യമുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഈ ഒരു ജോഗ്രഫിയുടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, എക്കോണമിക് ജോഗ്രഫി അതുപോലെ തന്നെ അഗ്രികൾച്ചറിന്റെ ഭാഗവും ഒക്കെ എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ഇൻഡസ്ട്രി ആ ഭാഗം എന്താണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യുപിഎസ്സിക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. ഓക്കെ, അപ്പൊ പത്താമത്തെ നമുക്ക് എങ്ങോട്ട് എത്താം, ഓപ്ഷൻ സി എത്താം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത് നോക്കൂ. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലെ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തെ എന്താ പറഞ്ഞത്, the wind which blow between 30 degree north and 60 degree north. ഓക്കെ, ഇന്ത്യയുടെ എടുത്താല് 30 ഡിഗ്രി നോർത്ത് മുതൽ 60 ഡിഗ്രി എന്താണ് സൗത്ത് വരെയുള്ള ലാറ്റിറ്റ്യൂഡ്സിലാണ് വെസ്റ്റേർലീസ് എന്ത് ചെയ്യുന്നതെന്നാ പറയുന്നത്. വെസ്റ്റേർലീസ് വീശുന്ന അല്ലെങ്കിൽ വിൻഡ് ഏതാണ്, വെസ്റ്റേർലീസ് ഈ ഭാഗത്താണെന്നാണ് പറയുന്നത്. നമുക്ക് ഇത്രയും വലിയൊരു ഏരിയയിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു വിൻഡ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു കോമൺ സെൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 1 എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്തൂടെ. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ. ദ മോയിസ്റ്റ് എയർ മാസസ് ദാറ്റ് കോസ് വിന്റർ റെയിൻസ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ ആർ പാർട്ട് ഓഫ് വെസ്റ്റേർലീസ്. ഓക്കെ, ഇതെന്താണ്, ഇത് ആക്ച്വലി ശരിയാണ്. ഓക്കെ, വെസ്റ്റേർലീസിന്റെ ഭാഗമാണ് നമുക്ക് മോയിസ്റ്റ് ആയിട്ടുള്ള എയർ മാസ്, വിന്റർ റെയിൻസ് ഉണ്ടാക്കുന്ന ഈ ഒരു എന്താണ് വിന്റർ റെയിൻഫോളിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ് ഇന്ത്യയിൽ, വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് എന്നല്ലേ, വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്. ഓക്കെ, വിന്റർ റെയിൻഫോളിനെ വിളിക്കുന്ന പേരെന്താണ്, വിന്റർ റെയിൻഫോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്. വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്. ഓക്കെ ഓക്കെ, അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റാബി കൾട്ടിവേഷന്, ഓക്കെ, നമ്മുടെ വീറ്റ് കൾട്ടിവേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള റെയിൻഫോൾ ആണ് എന്ത്, ഈ ഒരു വിന്റർ റെയിൻഫോൾ. ഓക്കെ, എന്താണ് ഇത് എവിടെയാണോ ഉണ്ടാക്കുന്നത് ഈ ഒരു റെയിൻഫോള്, നമ്മുടെ എവിടെയാ, പഞ്ചാബിന്റെ ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വെസ്റ്റേൺ സൈഡിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് ഇതിനെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് വെസ്റ്റേർലീസിന്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, ആ ഒരു റെയിൻഫോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു വിൻഡ് വെസ്റ്റേർലീസിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയല്ലേ? രണ്ടാമത്തത് ശരിയാണെങ്കിൽ നൈദർ 1 or 2 എന്ന് പറയാൻ പറ്റുമോ? 2 ശരിയല്ലേ? സോ ഓപ്ഷൻ ബി 2 ഓൺലി ആണ് ആൻസർ. ഇനി നോക്കൂ, ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്ന വിൻഡ്. ഓക്കെ, വിൻഡ് എന്ന് പറയുന്ന ഭാഗം എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, ഏതാണ്, നമുക്ക് കുറെ പ്രഷർ ബെൽറ്റുകൾ ഉണ്ട് അല്ലെ, പ്രഷർ ബെൽറ്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അതുപോലെ തന്നെ 30 ഡിഗ്രിയുടെ അല്ലെങ്കിൽ 23.5 ഡിഗ്രി നോർത്തിനകത്ത് നമുക്ക് ട്രോപ്പിക് ഓഫ് എന്ത് വരുന്നുണ്ട്, ക്യാൻസർ വരുന്നില്ലേ. അപ്പൊ ഈ ഒരു ഇതിന്റെ ഇടയിലായിട്ട് എന്തുണ്ട്, നമുക്ക് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്. എന്ത് വിൻഡും ഉണ്ട്, നോർത്ത് ഈസ്റ്റേൺ ട്രേഡ് വിൻഡും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും അല്ലെങ്കിൽ ട്രേഡ് വിൻഡുകൾ ഉണ്ട്. ഓക്കെ,
പിന്നെ അതിന് മേലെയുള്ള ഈ വിൻഡിനെയാണ് നമ്മൾ വെസ്റ്റേർലീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് എവിടം തൊട്ടാണുള്ളത് നോക്കി, ഇതിന്റെ ഇടയിൽ വീശുന്ന വിൻഡ് ഏതാണ്? നോർത്ത് ട്രേഡ് വിൻഡ് ആണ്. ഓക്കെ, ഇതുപോലെ വിൻഡും അതുപോലെ തന്നെ പ്രഷർ ബെൽറ്റും, രണ്ട് പ്രഷർ ബെൽറ്റുകൾക്കിടയിലാണ് എന്തുണ്ടാവുക? വിൻഡ് ഉണ്ടാവുക. ഓക്കെ, വിൻഡ് എങ്ങനെയാണ്? ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്കാണ് എപ്പോഴും വിൻഡിന്റെ മൂവ്മെന്റ്. അപ്പൊ പ്രഷർ ബെൽറ്റുകളുടെ എന്താണ്, എങ്ങനെ പ്രഷർ ബെൽറ്റുകൾ ലോ പ്രഷറും ഹൈ പ്രഷറും ആണെങ്കിൽ ഈ ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്കുള്ളതാണ് എന്ത്? വിൻഡ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് വിൻഡിന്റെ ഡയറക്ഷൻ നമ്മൾ നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത്? അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ്. നോക്കൂ, നോർത്ത് ഈസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. സൗത്ത് ഈസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വിൻഡ് ആയതുകൊണ്ടാണ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. അതിന്റെ ഡയറക്ഷൻ നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക? കോറിയോലിസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതുപോലെ ഓരോ വിൻഡ്സും അത് എവിടെയാണ് ഉണ്ടാവുന്നത്, ആ പ്രഷർ ബെൽറ്റുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്? നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ്. ഓക്കെ, നോക്കൂ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ ഇൻ ഇന്ത്യ, ദ ലോക്കൽ പീപ്പിൾ, അവിടെയുള്ള ലോക്കൽ പീപ്പിൾ എന്താ ചെയ്യുന്നത്? ട്രെയിൻ ദ റൂട്ട്സ് ഓഫ് ലിവിങ് trees into robust bridges across the streams. Okay, as time passes, these bridges become stronger. These unique living root bridges are found in, എവിടെയാണ് ഈ ലിവിങ് റൂട്ട് ബ്രിഡ്ജസ് ഉണ്ടാവുന്നത്? നോക്കൂ, ഇങ്ങനെ ഉണ്ടാവും. അതായത് ലിവിങ് റൂട്ട് ബ്രിഡ്ജസ് നമ്മുടെ PC-യുടെ ഒക്കെ ഡിസ്പ്ലേയിലും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഈ ഒരു കാര്യം, ഈ ഒരു ബ്രിഡ്ജ് ഇത് എവിടെയാ ഉള്ളത്? ഇത് മേഘാലയയിലുള്ള, ഓക്കെ, മേഘാലയയിലാണ് ഇത് എന്തുള്ളത് ഉള്ളത്. ഓക്കെ, അത് നമ്മുടെ ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട അവിടെയുള്ള പീപ്പിൾ, അവിടെയുള്ള ആൾക്കാരുടെ എന്താണ് ഒരു വേ ഓഫ് ലിവിങ് ആണ്. അതൊക്കെ എന്താണ്, അതും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇന്ത്യയുടെ ഒരു ടൈപ്പ് ഓഫ് റബ്ബർ ട്രീ ഉണ്ട്. ഓക്കെ, അതിന്റെ ബ്രിഡ്ജസ് എന്താണ്, അത് എൻവൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ട്രീ റൂട്ട്സിനെ കെട്ടിയിട്ടിട്ട് നെറ്റിട്ട് എന്ത് ചെയ്യാം? അവര് ബ്രിഡ്ജസ് ഉണ്ടാക്കും. ഖാസി അതുപോലെ തന്നെ ഖാസിയിലുള്ളയും അതുപോലെ തന്നെ ജയന്തിയയിലെയും പീപ്പിൾ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് എവിടെയാണ്? മേഘാലയയിലാണ്. ഓക്കെ, ഇവിടെയുള്ള പീപ്പിൾ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു രീതിയിൽ എന്തുണ്ടാകും? ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതായത് ആ ഏരിയൽ റൂട്ട്സിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിലിങ്ങനെ ചെയ്തു വെക്കുന്നത്. ഓക്കെ, ഇതിൽ ഏകദേശം 50 ആൾക്ക് വരെ എന്ത് ചെയ്യാം? ഒരു സമയത്ത് കയറാൻ പറ്റും. ഓക്കെ, അപ്പൊ 12ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ വരുന്നത്? മേഘാലയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 13ാമത്തെ ക്വസ്റ്റ്യൻ ഏതിനെ കുറിച്ചാണ് പറഞ്ഞത്? ടൈഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? ടൈഡ്സിനാണ്. ടൈഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മൾ കോമൺ ആയിട്ട് നമ്മളെ ഇടയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഡെയിലി ലൈഫിൽ ചിലപ്പോൾ പറയുന്നുണ്ടാവും എന്ത്? വേലിയേറ്റവും വേലിയിറക്കവും. അതുപോലെ തന്നെ ടൈഡ്സും ഉണ്ട് നമുക്ക്. ഓക്കെ, ടൈഡ്സും ഉണ്ട്. ഇനി നോക്കൂ, ടൈഡ്സ് occur in oceans and seas due to which of the following? ഓക്കെ, എന്തിന്റെ കാരണം കൊണ്ടാണ് ടൈഡ്സ് ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? ഗ്രാവിറ്റേഷണൽ, എന്താ പറഞ്ഞത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി സൺ. രണ്ടാമത്തതോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് മൂൺ. പിന്നെയോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓഫ് എർത്ത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓഫ് എർത്ത്. ഓക്കെ, ഇവിടെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓഫ് എർത്ത്. ഇനി എന്താ ചോദിച്ചേ? സെലക്ട് ദി കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൻ ബിലോ. ടൈഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടൈഡ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഓഷ്യനോഗ്രഫിയിൽ കൃത്യമായിട്ട് കുറച്ചധികം നേരം എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനും ഉണ്ട്. ഇപ്പൊ ഈ ഓപ്ഷനിലേക്ക് വരുവാണെങ്കിൽ ഗ്രാവിറ്റേഷണലും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ആണ് ടൈഡിന്റെ എന്ത് മെയിൻ ആയിട്ടുള്ള കോസസ്. ഓക്കെ, ന്യൂട്ടന്റെ ടൈഡൽ തിയറി ഒക്കെയുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ആലോചിക്കാം എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ആണ് എന്ത്? ടൈഡ്സ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? 1, 2 and 3 അല്ലേ? ഓക്കെ, ടൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഗ്രാവിറ്റേഷൻ കൊണ്ട് എന്താണ്? വാട്ടറിന് എന്താണ്? ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അതാണ് വേലിയേറ്റം ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ആണ് എന്ത്? മെയിൻ ആയിട്ടുള്ള ഫോഴ്സസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ആൻസർ എന്താണ്? 1, 2 and 3. 13ാമത്തെ ക്വസ്റ്റ്യൻ 1, 2 and 3. ഓക്കെ, ഇനി നോക്കിയേ 14ാമത്തെ ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാ ചോദിച്ചേക്കുന്നത്? റിമോട്ട് സെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാലേ ചോദിച്ചേക്കുന്നത്. In which of the following activities are Indian remote sensing satellites used? എന്താണ്? ഇന്ത്യയുടെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾ എവിടെയാണ് യൂസ് ചെയ്തത്? ഓക്കെ, ഒന്നാമത്തെ എന്താണ്? അസസ്മെന്റ് ഓഫ് എന്താണ്? ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അസസ്മെന്റ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി. പിന്നെയോ പിന്നെന്താ പറഞ്ഞത്? ലൊക്കേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്, മിനറൽ എക്സ്പ്ലോറേഷൻ മൂന്നാമത്തത്,
ടെലികമ്മ്യൂണിക്കേഷൻ, പിന്നെ എന്താണ് ട്രാഫിക് സ്റ്റഡീസ്. ഇനി എന്താ ചോദിച്ചത്? സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദി കോഡ് ഗിവൺ ബിലോ. അപ്പോൾ ഇന്ത്യൻ എന്താണ് നമ്മുടെ റിമോട്ട് സെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ടെലികമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്, ടെലികമ്മ്യൂണിക്കേഷൻ നമുക്ക് സാറ്റലൈറ്റുകളില്ലേ, അതിന് നമ്മൾ ഈ ഒരു റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളാണോ ഉപയോഗിക്കുന്നത്? ഓക്കെ, IRS സാറ്റലൈറ്റുകളാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അല്ല അല്ലെ. നമുക്ക് ടെലികമ്മ്യൂണിക്കേഷന് നമുക്ക് സെപ്പറേറ്റ് സാറ്റലൈറ്റ് സീരീസ് തന്നെയുണ്ട് അല്ലെ. നമുക്കൊരു സീരീസ് ഓഫ് സാറ്റലൈറ്റ് ഉണ്ട് ഈ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഏതാണ് നമ്മുടെ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഇൻസാറ്റ് സീരീസ് ഉണ്ട് അല്ലെ. നമുക്ക് ഇൻസാറ്റ്, ഓക്കെ, ഇൻസാറ്റ് സീരീസുകളുണ്ട്. ഏതാണ്? ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ടെലികമ്മ്യൂണിക്കേഷൻ എന്താണ്? നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ടെലികമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒഴിവാക്കി. നോക്കൂ, ട്രാഫിക് സ്റ്റഡീസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്തുള്ള ഡാറ്റാസ് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്താണ്, സാറ്റലൈറ്റ് IRS സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാഫിക് സ്റ്റഡീസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നടത്തുന്നില്ല. ഇനി ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ നോക്കിയേ, അത് മൂന്നും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതായത് ക്രോപ്പ് അസസ്മെന്റ്, ഗ്രൗണ്ട് വാട്ടർ ലൊക്കേറ്റ് ചെയ്യാൻ, മിനറൽ എക്സ്പ്ലോറേഷന്, ഇതിന്റെ ഒക്കെ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്? ആ ഒരു പ്ലാനിങ് എന്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇന്ത്യയുടെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ 1ഉം 2ഉം എന്താണ്, 3ഉം എന്താണ്, ആൻസർ ആണല്ലേ. സോ 1, 2 and 3. ഓക്കെ, മൂന്നാമത്തെ വരുന്നതുകൊണ്ട് ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. 14ാമത്തെ തന്നെ ആൻസർ 1, 2 and 3 ഓൺലി. ഓക്കെ, അങ്ങനെ നമ്മൾ 2015 എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 2018 കംപ്ലീറ്റഡ് ആണ്, 2014 എന്താണ്, കംപ്ലീറ്റഡ് ആണ്. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ 2016 ക്വസ്റ്റ്യൻസ്, ജിയോഗ്രഫിയുടെ PYQ അനാലിസിസ് സെഷൻ ആയിരിക്കും എന്ത് ചെയ്യുക. ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതും കൂടി എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ക്ലാസ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ, നമ്മളെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്കെൻഡ് ബാച്ചുകൾ 2026 എക്സാമിനായിട്ടുള്ള 2026 സിവിൽ സർവീസ് എക്സാമിനായിട്ടുള്ള വീക്കെൻഡ് ബാച്ചുകളുണ്ട്. അത് നമ്മൾ വെരി സൂൺ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്യുക, വിളിച്ചിട്ട് ജോയിൻ ചെയ്യുക. എല്ലാ സബ്ജക്റ്റിന്റെയും ഡീപ്പ് ആയിട്ടുള്ള എന്തുണ്ട്, അനാലിസിസ് ചെയ്തുകൊണ്ടുള്ള, ഓക്കെ, അതുപോലെ തന്നെ അതേസമയം നമ്മൾ എന്ത് ചെയ്യും, സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ. ഓക്കെ, ഇതുപോലെയുള്ള ഒരു എക്സാം ആയിരിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ അധികവും ഇപ്പോൾ. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റിന്റെയും എന്തുണ്ടാവും, അനാലിസിസും അതുപോലെ തന്നെ എന്താണ്, ഫൗണ്ടേഷൻ ക്ലാസ്സുകളും എന്ത് ചെയ്യും, ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും മാറ്റാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഓക്കെ, ഇനി ഇതുവരെ ക്ലാസ് കാണാത്ത ആൾക്കാർ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക, ക്ലാസ്സസ് ഉണ്ടാവും, അതും എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് കാണാം. താങ്ക് യു.